മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന. ഇടുക്കി പീരുമേട് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സ്ത്രീയാണ് മരിച്ചത്. പീരുമേടിന് സമീപം വനത്തിനുള്ളിൽ വെച്ചായിരുന്നു ആക്രമണം. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, എപ്പോഴായിരുന്നു സംഭവം? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് ഉച്ച കഴിഞ്ഞാണ് ഇത്തരത്തിലൊരു മരണവാർത്ത നമ്മൾ അറിയാൻ സാധിച്ചത്. കുടുംബങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി സ്ത്രീയാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവർ ഭർത്താവിനും മക്കൾക്കൊപ്പമാണ് ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതായിരുന്നു. തലയ്ക്കാണ് ആനയുടെ ചവിട്ടേറ്റത്. തുടർന്ന് ഇവരെ ഉടൻ തന്നെ ഈ കുട്ടികളും ഭർത്താവും തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ നിന്ന് ഈ സ്ഥിതിയെ രക്ഷിക്കുന്നതിനിടെ ഭർത്താവിനും പരിക്കേറ്റിട്ടുണ്ട്. ഭർത്താവ് ബിനുവിനാണ് പരിക്കേറ്റുന്നത്. ഇദ്ദേഹത്തെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം വിട്ടുകൊടുക്കും. ഏതായാലും ഇന്നും രാവിലെയും ഇത്തരത്തിലൊരു തോട്ടം തൊഴിലാളിയെ കാട്ടാൻ ആക്രമിച്ചിരുന്നു. വണ്ടിപ്പെരിയാർ മൗണ്ട് എസ്റ്റേറ്റിലെ തൊഴിലാളി അന്തോണിക്കാണ് പരിക്കേറ്റത്. ഈ തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഏതായാലും ഈ കാട്ടാന ആക്രമണത്തിനെതിരെ പീരുമേട്ടിൽ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. CPM-ന്റെ നേതൃത്വത്തിൽ വനവകുപ്പ് ഓഫീസിലേക്ക് പ്രകടനവും നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ പീരുമേടിലും വണ്ടിപ്പെരിയാർ സ്ഥലങ്ങളിലെല്ലാം തന്നെ കാട്ടാന ജനവാസ മേഖലയിൽ കിടക്കുന്ന സ്ഥിതി വിശേഷമുണ്ട്. ഏതായാലും ഇത് വനത്തിനുള്ളിലാണ് ഇന്ന് ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വനവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്. ശരി ബിനീഷ്, സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന. ഇടുക്കി പീരുമേട് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സീതയാണ് മരിച്ചത്. പീരുമേടിന് സമീപം വനത്തിനുള്ളിൽ വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായിരുന്നത്. കൂടെ ഉണ്ടായിരുന്ന ഭർത്താവിന് പരിക്കുകളോടെ ചികിത്സയിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി.